ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഹർഷേട്ടനൊന്നും മനസ്സിലായില്ലേ? ഇനി അവള് വന്ന് 4 ചീത്തയും പറഞ്ഞ് അവളുടെ തന്ത വന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയാലേ പോകുന്നുണ്ടോ? വേണമെങ്കിൽ ഞാൻ വിളിക്കാം. ആ സീനും കൂടെ കഴിഞ്ഞാ ഈ യമന്റെ ലവ് സ്റ്റോറിക്ക് ഒരു തീർപ്പാവുമല്ലോ. മോളെ, നീ എന്താ ഒന്നും പറയാത്തെ? ചെറുക്കനെ ഇഷ്ടായില്ലേ? അതെന്ത് ചോദ്യം അമ്മേ? ഇങ്ങനെ ഒരു പയ്യനെ ആർക്കാ ഇഷ്ടാവാത്തെ? നീ പറ, പയ്യൻ എങ്ങനെ? കാണാൻ എങ്ങനെയുണ്ടെന്ന് മാത്രം ചേച്ചി പറഞ്ഞാ മതി. സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. അതെ, സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാൻ ചേച്ചി ആരാ? വില്ലേജ് ഓഫീസറോ? നിങ്ങളൊന്നും മിണ്ടായിരിക്കാവോ? മോളെ, നീ പറ, നിനക്ക് ഇഷ്ടായോ? എനിക്കിപ്പോ വിവാഹം വേണ്ടമ്മേ. എനിക്കിപ്പോ വിവാഹം വേണ്ടമ്മേ. നീ എന്താ പറഞ്ഞേ? വിവാഹം വേണ്ടെന്നോ? അതെന്താ? അത് എനിക്ക് വേറൊരാളെ ഇഷ്ടം അമ്മ. നീ എന്താ ആലോചിക്കുന്നേ? എന്താ നീ ഒന്നും പറയാത്തെ? എനിക്കൊന്ന് ആലോചിക്കണം. അമ്മേ, അയ്യോ.
ഞങ്ങളുടെ ഒരു ബന്ധുവാ. ഹലോ. ഹലോ. ഏയ് ഏയ് ഹലോ ഹലോ ഏയ് ചേച്ചി എന്തോന്നും പറയാത്തെ? പൂജയും വഴിപാടും ഒക്കെ നടത്തി കാത്തിരുന്ന് ഇങ്ങനെ നല്ലൊരു പയ്യൻ വന്നിട്ട് സപ്തതി ചേച്ചി നാണം കൊണ്ട് മിണ്ടാത്തതാ അല്ലേ ചേച്ചി? നാണിക്കാൻ എന്താ? ലവ് അഫെയർ ഒന്നും അല്ലല്ലോ, നമ്മൾ ആലോചന നടത്തുന്നല്ലേ. നീ മിണ്ടാതിരിക്കടി. ദേ, ആ അവള് പോയി. ചേച്ചി പറ, എന്താ ആ ചെക്കനൊരു പോരായ്മ? കാശിന് കാശ്, സൗന്ദര്യത്തിന് സൗന്ദര്യം, വീടിന് വീട്, വണ്ടിക്ക് വണ്ടി. ഞാൻ പറഞ്ഞല്ലോ സംയുക്തേ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഈ ചേച്ചിക്ക് എന്താ പറ്റിയേ? ആ എന്താ എല്ലാം കൂടി ഇവിടെ ഒരു പഞ്ചായത്ത്? ആ ഒന്നുമില്ല അമ്മേ. എന്താടി? ചേച്ചിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന്. എന്താലോചിക്കാൻ? കല്യാണ കാര്യം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? ആദ്യം അച്ഛൻ ഈ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ ഒരു മനംമാറ്റം? എന്താടി, എന്താ പ്രശ്നം? എന്താലോചിക്കാനാ നിനക്ക് സമയം വേണ്ടേ? പാറു, സമയം വേണമെന്നല്ലേ അവള് പറഞ്ഞുള്ളൂ. വിവാഹം വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അവള് പറഞ്ഞത് ന്യായമല്ലടോ. ഇത് അവളുടെ ജീവിതമല്ലടോ. തീരുമാനിക്കേണ്ടത് അവളല്ലേ. അവൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. അല്ലേ എതിയേട്ടാ, അതിന് എന്താടോ? മതി, അത് മതി. അവക്കിത്തിരി സാവകാശം കൊടുക്ക്. അവള് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ വാടോ. ഞാൻ വിചാരിച്ച പോലെയല്ല. നീ വലിയ താരം, മിണ്ടാപ്പൂച്ച. പക്ഷേ നിന്റെ ചരിത്രം ഞാൻ മാറ്റി എഴുതും. ഈ കലം നീ ഉടക്കില്ല മോളെ.
എന്തായാലും സപ്തതി ചേച്ചിക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു. എന്താ ചേച്ചി? ഇതുപോലൊരു അടിപൊളി പയ്യനെ ചേച്ചിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. സത്യാ ചേച്ചി. നല്ല ചുള്ള ചെക്കനാണല്ലേ. അതെ അതെ, സണ്ണി വീന്റെ പോലുണ്ട്. നമ്മുടെ സപ്തതി ചേച്ചിക്ക് ചേരും അല്ലേ? ഈ കല്യാണം നടന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ അച്ഛൻ മനസ്സ് തുറന്നൊന്ന് ചിരിച്ച് ഞാൻ കാണും. സത്യാ ചേച്ചി. പാവം, നമുക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നേ. അല്ല ചേച്ചി, സപ്തി ചേച്ചിക്ക് എന്തൊരു മൂഡ് ഔട്ട്. ഇത്രയും വലിയൊരു ഭാഗ്യം വന്നിട്ടും ഒരു സന്തോഷമില്ലാത്ത പോലെ. ഏയ്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ചേച്ചിക്ക് ഒരു സന്തോഷക്കുറവുമില്ല. പിന്നെന്തിനാ ആലോചിക്കാൻ ഇത്രയും സമയം? കേട്ടപ്പോ തന്നെ അങ്ങ് സമ്മതിച്ചൂടെ? എടി, അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാ. ആദ്യം ഒരു ചെറിയ വിസമ്മതങ്ങളൊക്കെ പറയും. ചേച്ചിയുടെ കല്യാണത്തിന് അങ്ങനെയായിരുന്നോ? ദേ, ഞാൻ ഒന്നും വെച്ചെന്നുണ്ടല്ലോ. ഷോ, രണ്ട് മേടിക്കും കേട്ടോ. മതി മതി. അല്ല മോളെ, നീ പറഞ്ഞതിലും എന്തോ ഒരു കാര്യമുണ്ട്. എന്താ ചേച്ചി? സപ്തതി ചേച്ചിയുടെ പെരുമാറ്റത്തില് എന്തോ ഒരു പന്തികേടുണ്ട് അല്ലേ? ആ, ഉണ്ട് ഉണ്ട്. ഈശ്വര, അങ്ങനെ എന്തെങ്കിലും കുഴപ്പം പറ്റിയ നമ്മുടെ അച്ഛൻ നെഞ്ചു പൊട്ടി ചാവും. ചേച്ചിയെ എത്ര വിശ്വാസമായിട്ട് ആലോചിക്കാൻ സമയം കൊടുത്തേ. ചേച്ചി, ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന അച്ഛൻ അത്ര ഉറപ്പാ. അഥവാ ചേച്ചി സമ്മതിച്ചില്ലെങ്കിലോ? അങ്ങനൊരു ചിന്ത വേണ്ട. മറ്റാരെക്കാളും നന്നായി സപ്തതി ചേച്ചിക്ക് അറിയാം ഈ വീടിന്റെ പ്രശ്നങ്ങൾ. ചേച്ചി ഇത്രയും കാലം പ്രാർത്ഥിച്ചത് ചേച്ചിക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. ആ ചേച്ചി നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും തീരുമാനം എടുക്കുമോ മക്കളെ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ സപ്തതി ചേച്ചിയെ എനിക്കറിയാം. ഇതങ്ങോട്ട് കുടിക്കേ. ക്ഷീണം ഇപ്പം മാറും. പേരെന്തെന്ന് പറഞ്ഞ? ഹർഷൻ. കേട്ടോ ഹർഷ, ഹർഷൻ വന്നത് റോങ് സൈഡ് കയറിയ. ഞാൻ കുറെ ഹോൺ അടിച്ചു, കേട്ടില്ല. മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കഴിക്കാറില്ല. പക്ഷേ ആ നേരത്ത് ഹർഷൻ ആബ്സെന്റ് മൈൻഡ് ആയിരുന്നല്ലോ. സംഗതി എന്താന്ന് ഞാൻ പറയട്ടെ. പ്രണയ നൈരാശ്യം. ആ അവസ്ഥയിൽ ആരായാലും തകർന്നു പോകും. പ്രേമിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും എനിക്ക് ഊഹിക്കാം. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ചോദിച്ച സത്യം പറയൂ. ഏതാ ഏതാ പെണ്ണ്? തുറന്നു പറയൂ. പറയട്ടെ. സപ്തതി. നീ വിവാഹം ആലോചിച്ച പെണ്ണ് അവള് തന്നെയാ. സപ്തതി നിന്റെയല്ല, എന്റെ പെണ്ണാ. എന്താ ആലോചിക്കുന്നത്? ഹലോ, ഇയാളുടെ മനസ്സ് അല്പനേരം ഇവിടെ അല്ലായിരുന്നു അല്ലേ? അവള് പറ്റിച്ചോ? അതൊക്കെ ഒരു വിദ്യാഹർഷ. ഒന്നും നമ്മുടെ കൈപ്പിടിയിലല്ല. ആശിക്കൊന്നും ആവില്ല നടക്കുന്നത്. ദേ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക്. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാണോ സപ്തതി പോലൊരു നല്ല കുട്ടിയെ എനിക്ക് ഭാര്യയെ കിട്ടുമെന്ന്? അല്ല, ഭാര്യ ആയില്ലെങ്കിലും ആകുമല്ലോ. അവളെ കണ്ട നിമിഷം മുതൽ അവളെ ഞാൻ ആ സ്ഥാനത്ത് പ്രതീക്ഷിച്ചു. ഹർഷൻ അവളുടെ അടുത്ത ബന്ധുവായതുകൊണ്ട് ചോദിക്കുക, എൻ്റെ തീരുമാനം 100% ശരിയല്ലേ? അത്രയ്ക്ക് നല്ല കുട്ടിയല്ലേ സപ്തതി? ആ, അതെ. എന്തോ ഒരു വല്ലായ്മ. ഹോസ്പിറ്റലിൽ മറ്റോ പോണോ ഹർഷ? വേണ്ട.
ഈശ്വര, അത് മറന്നു. അമ്മയാ. ഹലോ അമ്മേ, ഞാനിത് എത്തി. ഒരു 5 മിനിറ്റ്. ആ, അമ്മയും അച്ഛനും കൂടെ ഞാൻ അമ്പലത്തിൽ ഇറക്കിയിട്ടാണ് വന്നത്. എനിക്കിവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കല്യാണം ഉറച്ച ഒരു വഴിപാടുണ്ടായിരുന്നു. എന്നാ കയ്യോടെ നടത്താമെന്ന് അമ്മ പറഞ്ഞു. എന്നാ ഞാൻ പോയിക്കോട്ടെ. അവരവിടെ വെയിറ്റ് ചെയ്യാ. ദാ എൻ്റെ കാടാ. എന്താവശ്യമുണ്ടെങ്കിലും ഹർഷം വിളിക്കണം. ശരി. അതെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഹർഷന്റെ പ്രണയം വേഗ സഫലമാവാൻ, ആ പെൺകുട്ടിയുടെ മനസ്സ് മാറി അവൾ വേഗം ഹർഷന്റേതാവാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. ചേച്ചി, ചേച്ചി കഥക് തുറക്ക്. ചേച്ചി, ചേച്ചി. ചേച്ചി, എന്താ ചേച്ചി? ഒന്നുമില്ല. ചേച്ചി ആലോചിച്ചോ? എന്ത്? കല്യാണക്കാര്യം. ആ, എന്നിട്ട് എനിക്ക് കല്യാണം വേണ്ട മോളെ. ചേച്ചി. എന്താടി? ഒന്നുമില്ല. പിന്നെ നീ എന്തിനാ കിടന്ന് നിലവിളിച്ചത്? എന്താ പറൂ? ഞാനും അതാ ചോദിച്ചത്. എന്തോ ഇവിടെ കിടന്ന് പോകുന്നുണ്ട്. ചോദിച്ചിട്ട് രണ്ടും ഒന്നും പറയുന്നുമില്ല. മോളെ സപ്തതി, മോളെ ആലോചിച്ചോ അച്ഛൻ പറഞ്ഞ കാര്യം? എന്താടി അച്ഛൻ ചോദിക്കുന്ന കേട്ടില്ലേ നീ? കേട്ടു. പിന്നെ നീ എന്താ ഒന്നും മിണ്ടാത്തെ? സപ്തതി നിന്നോട് പാറു, വേണ്ട. തല്ലിയും പേടിപ്പിച്ച് നടത്തേണ്ടതാണോ വിവാഹം? നാളെ ഒരു കാലത്ത് അവൾ അച്ഛനും അമ്മയും ശപിക്കാനിടയാവരുത്. നമ്മുടെ സ്വാർത്ഥതയും പ്രാരാബ്ധവും കൊണ്ട് നമ്മൾ അവളെ ബലി കൊടുത്തു എന്ന് പറയരുത്. അച്ഛൻ ഡ്യൂട്ടിക്ക് പോവുക. ഓവർ ടൈമാ. ചോദിച്ചു വാങ്ങിയതാ. എന്തിനാന്നറിയോ? നിങ്ങൾക്കൊന്നും ഒരു കുറവും വരാതിരിക്കാൻ. പോയിട്ട് വരുമ്പോ അച്ഛനൊരു ഉത്തരം കിട്ടണം. എൻ്റെ മോക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ എന്ന്. സമ്മതമാണെങ്കിൽ മോളൊന്നും പറയണ്ട. ഈ മനമാറ്റത്തിനും സങ്കടത്തിനും ഒക്കെ പിന്നിൽ എന്തായിരുന്നു എന്ന് എൻ്റെ മോള് അച്ഛനോട് പറയണ്ട. അച്ഛനോടൊന്നല്ല, ആരോടും പറയണ്ട. പക്ഷേ നിന്റെ ഉത്തരം സമ്മതമല്ല എന്നാണെങ്കിൽ നീ ഞങ്ങളോട് പറയണം അതിൻ്റെ കാരണം എന്താണെന്ന്. പേടിക്കണ്ട. ഉത്തരം എന്തു തന്നെയായാലും നിന്നെ ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷേ നാളെ ഒരിക്കൽ നിന്റെ അനുജത്തിമാർക്കൊരു ആലോചന വരുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും, ചേച്ചി എന്താ വിവാഹം കഴിക്കാതെ നിൽക്കുന്നതെന്ന്. അന്ന് അവരോട് പറയാൻ അച്ഛനൊരു മറുപടി വേണം. അതിനുവേണ്ടി മാത്രമാണ്. എൻ്റെ മോള് നാളെ അച്ഛൻ വരുമ്പോൾ പറയണം നിന്റെ മനസ്സിൻ്റെ സത്യം. ഭാമക്കളെ.